അവിശ്വസനീയം. അർജന്റീന ഫുട്ബോൾ ലോകം കണ്ട എക്കാലത്തെയും വലിയ തിരിച്ചുവരവുകളിലൊന്നിനാണ് ഇന്ന് ലോകകപ്പ് സാക്ഷിയായത്. ഫുട്ബോൾ ലോകകപ്പ് കണ്ട എക്കാലത്തെയും വലിയ തിരിച്ചുവരവുകളിലൊന്ന്. 2 ഗോളിന് പിന്നിട്ട് നിന്ന ടീം അവസാന നിമിഷം 3 ഗോളുകൾ അടിച്ച് തിരിച്ചു വരിക. ഇതെന്താണോ, സ്വപ്നമാണോ? അല്ല, യാഥാർത്ഥ്യമാണ്. ഈജിപ്തിനെതിരായുള്ള പോരാട്ടത്തിൻ്റെ ആദ്യ മിനിറ്റിൽ തന്നെ അർജന്റീന ഗോൾ വഴങ്ങുന്നു. ഫുട്ബോൾ ലോകത്തെ അമ്പരപ്പിച്ചുകൊണ്ട് മത്സരത്തിൻ്റെ 15-ാം മിനിറ്റിൽ ഇബ്രാഹിം നേടിയ ഗോളിലൂടെ ഈജിപ്ത് മുന്നിലെത്തുന്നു. ഫുട്ബോൾ ലോകത്തെ ഞെട്ടിപ്പിച്ചുകൊണ്ടായിരുന്നു ഈജിപ്തിൻ്റെ തകർപ്പൻ ഗോൾ. എന്നാൽ പിന്നീട് അർജന്റീനയ്ക്കൊരു പെനാൽറ്റി ലഭിക്കുന്നു. പക്ഷേ പെനാൽറ്റി എടുത്ത ലിയോ മെസ്സിക്ക് വീണ്ടും പിയക്കുന്ന നിരാശാജനകമായ കാഴ്ച കാണുകയായിരുന്നു. ഈ വേൾഡ് കപ്പിൽ തന്നെ മെസ്സിയുടെ തുടർച്ചയായ 2ാം പെനാൽറ്റി നഷ്ടം. ഇതോടെ അർജന്റീനയുടെ താളം പോകുന്നു. ഈജിപ്ത് കൗണ്ടർ അറ്റാക്കുകളുമായി അർജന്റീനയെ വിറപ്പിക്കുന്നു. ആദ്യ പകുതിയിൽ അർജന്റീന 1 ഗോളിന് പിന്നിൽ. 2ാം പകുതിയിലും ഈജിപ്ത് ഗോൾ വല ചലിപ്പിക്കുന്നു. 2-0. പക്ഷേ ഗോൾ ഡിസലവ് ചെയ്യുകയായിരുന്നു. അർജന്റീന താരത്തെ ഫൗൾ ചെയ്തതിനാൽ തന്നെ ഗോൾ ഡിസലവ് ചെയ്യുന്നു. പക്ഷേ അധികം നീണ്ടു നിന്നില്ല. മത്സരത്തിൻ്റെ 67-ാം മിനിറ്റിൽ ഈജിപ്ത് സൂപ്പർ താരം സീക്കോയുടെ ഗോളിലൂടെ ഈജിപ്ത് 2 ഗോളിന് മുന്നിൽ. ലോക ചാമ്പ്യന്മാരിതാ വേൾഡ് കപ്പിൽ നിന്ന് പുറത്തു പോകുന്നു. മത്സരം ടൈം ക്ലോക്കിൽ 68 മിനിറ്റ്. എമിലിയാനോ മാർട്ടിനസിനെയും അർജന്റീൻ പ്രതിരോധത്തെയും കാഴ്ചക്കാരാക്കിക്കൊണ്ട് ഈജിപ്ത് ഇതാ 2ാം ഗോൾ നേടിയിരിക്കുന്നു. അങ്ങനെ അർജന്റീന വേൾഡ് കപ്പിൽ നിന്ന് പുറത്തേക്കെന്ന് ഫുട്ബോൾ ലോകം, അർജന്റീന ആരാധകർ പോലും വിശ്വസിച്ച നിമിഷം. ഇത് ഫുട്ബോളാണ്, അർജന്റീനയ്ക്ക് തിരിച്ചു വരാൻ കഴിയുമെന്ന് പക്ഷേ ആരും വിശ്വസിച്ച് കാണില്ല. ടൈം ക്ലോക്കിൽ മത്സരം 75 മിനിറ്റും പിന്നിട്ടു. മത്സരം 79 മിനിറ്റിലേക്ക്. സൂപ്പർ താരം ലിയണൽ മെസ്സിയുടെ മനോഹരമായ ക്രോസിന് തലവെച്ചുകൊണ്ട് ക്രിസ്റ്റ്യാനോ റൊമേറോ ആശ്വാസ ഗോൾ കണ്ടെത്തുന്നു. മത്സരം 80 മിനിറ്റ് ആകുമ്പോൾ 2-1. അർജന്റീനയ്ക്ക് ഇതാ തിരിച്ചുവരവിൻ്റെ ചെറിയ പ്രതീക്ഷകൾ കാട്ടിത്തുടങ്ങിയിരിക്കുന്നു. മെസ്സിയുടെ മനോഹരമായ ക്രോസ് ക്രിസ്റ്റ്യാനോ റൊമേറോയുടെ തലയിൽ തട്ടി ഗോളാകുന്നു. ക്രിസ്റ്റ്യാനോ റൊമേറോയുടെ തകർപ്പൻ ഹെഡർ ഗോൾ കീപ്പറെ കാഴ്ചക്കാരനാക്കിക്കൊണ്ട് ഗോൾ വലയിൽ ചെന്ന് പതിക്കുന്നു. മത്സരത്തിൻ്റെ 83-ാം മിനിറ്റിൽ ഫുട്ബോൾ ലോകത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ട് ലിയണൽ മെസ്സി തന്നെയാണ് മികച്ചവനെന്ന് അയാൾ വീണ്ടും വിളിച്ചോതി. തുടർച്ചയായ 5ാം മത്സരത്തിലും മെസ്സിയുടെ ഗോൾ. 83-ാം മിനിറ്റിൽ ബോക്സിനകത്ത് നിന്നുള്ള തകർപ്പൻ വെടിച്ചില് ഷോട്ട് ഗോൾ കീപ്പറെയും മറികടന്നുകൊണ്ട് ബോക്സിൽ പതിക്കുമ്പോൾ സ്കോർ 2-2. അവിസ്മരണീയ തിരിച്ചുവരവിനാണ് ഫുട്ബോൾ ലോകം സാക്ഷിയായത്. മെസ്സിയുടെ ചിറകിലേറി മെസ്സിയുടെ അസിസ്റ്റിലും ഗോളിലും അർജന്റീന ഇതാ തിരിച്ചു വന്നിരിക്കുന്നു. തിങ്ങി നിറഞ്ഞ സ്റ്റേഡിയം പൊട്ടിത്തെറിച്ച നിമിഷം. മത്സരം 2-2 മത്സരം 30 മിനിറ്റ് എക്സ്ട്രാ ടൈമിലേക്ക് നീങ്ങുമെന്ന് തോന്നിപ്പിച്ച നിമിഷം ഇതാ വീണ്ടും ഗോൾ. ഇത്തവണ ഗോൾ നേടിയത് അർജന്റീനയുടെ രക്ഷാവേഷം അവതരിച്ചത് എൻസോ ഫെർണാണ്ടസ് ആയിരുന്നു. എൻസോ ഫെർണാണ്ടസിൻ്റെ തകർപ്പൻ ഹെഡറിലൂടെ ഈജിപ്തിനെ മറികടന്നുകൊണ്ട് അർജന്റീന ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറുകയായി. ഈ മത്സരത്തെ എൻസോ ഫെർണാണ്ടസിൻ്റെ ഗോളിലൂടെ ഫുട്ബോൾ ലോകം അന്തം വിട്ട് നോക്കി നിന്ന നിമിഷം. എന്തു പറയണമെന്നറിയില്ല. ഇതാ ലോകത്തിൻ്റെ മുന്നിൽ താങ്കൾ പരാജയപ്പെട്ടിട്ടില്ലെന്ന് ലോക ചാമ്പ്യന്മാർ വിളിച്ചോതിയ മത്സരത്തിൽ 3-2 അങ്ങനെ അർജന്റീന വിജയിക്കുകയായിരുന്നു. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വേൾഡ് കപ്പ് വിശേഷങ്ങൾക്കും വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.